ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിലൂടെ നമ്മൾ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനുശേഷം ഒരു പ്രൊഫഷണൽ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒരു ഫ്രഷർക്ക് വേണ്ടി ഒരു റെസ്യൂമെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ഏതൊരു ഫോർമാറ്റും സെലക്ട് ചെയ്യാം. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ അപേക്ഷിച്ച് ഒരു ഫ്രഷർക്ക് എക്സ്പീരിയൻസ് സെക്ഷനിൽ ഒന്നും തന്നെ ഫില്ല് ചെയ്യാനുണ്ടാവില്ല. അതിന് പകരമായി നമ്മൾ അവിടെ അക്കാഡമിക് പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കിവിടെ നമ്മുടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് നൽകാം. അതുപോലെ തന്നെ കുറച്ച് വലുതാക്കി നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് നൽകാം. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ടൈറ്റിൽ അവിടെ നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. തുടർന്ന് നമുക്ക് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് നമുക്ക് നൽകാം. ഇങ്ങനെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ നൽകുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. തുടർന്ന് നമുക്ക് നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഒരു 1-2 സെന്റൻസിൽ നമ്മുടെ കരിയർ ഗോൾസ് അഥവാ നമ്മൾ ഈ ജോബ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. അതെപ്പോഴും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും അതുപോലെ തന്നെ കമ്പനിയുടെ ഗ്രോത്തും എയിം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളിവിടെ നൽകേണ്ടത്. തുടർന്ന് നമുക്ക് നമ്മുടെ അക്കാഡമിക് പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. പ്രൊജക്റ്റിന്റെ ടൈറ്റിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. മെയിനായിട്ട് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ റോളും അതിൽ നിന്നും നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്. നമ്മുടെ ഇന്റേൺഷിപ്പ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ജോബ് ടൈറ്റിൽ, കമ്പനി നെയിം, അതിൻ്റെ ഡ്യൂറേഷൻ, ഏത് മന്ത്, ഏത് ഇയർ മുതൽ, അതിൻ്റെ കാലാവധി എത്രയാണെന്ന് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും അച്ചീവ്മെന്റ്സും നമ്മുടെ ഇൻവോൾവ്മെന്റ് അതിൽ എത്രയാണെന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് നൽകാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എല്ലാം ഏറ്റവും അവസാനത്തേത് മുതൽ ആദ്യത്തേത് വരെ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. അതോടൊപ്പം തന്നെ നമ്മുടെ കീ സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും പ്രത്യേകമായി ലിസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മൾ ഈ ജോലിക്ക് എത്ര ആപ്റ്റ് ആണെന്നുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നും നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് നൽകാവുന്നതാണ്. നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഡീറ്റെയിൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ റെസ്യൂമെയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ നെയിം, അതോടൊപ്പം തന്നെ അത് ഇഷ്യൂ ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ പേരും ഇതിൽ ഉൾക്കൊള്ളിക്കാം. തുടർന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പരമാവധി നമ്മുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് മാക്സിമം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവ ഉൾക്കൊള്ളിക്കേണ്ടത്. ഓരോ സെക്ഷനുകളും എങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കാനായി ക്യാൻവ പോലുള്ള സോഫ്റ്റ്വെയറിൽ നൽകിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മോഡൽ നമുക്ക് റെഫർ ചെയ്യാവുന്നതും അതിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊള്ളാവുന്നതുമാണ്. ഒരു ഫ്രഷർക്ക് വേണ്ട റെസ്യൂമെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു റഫായിട്ടുള്ള ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.